Okay. Okay, different methods to find convolution between two discrete time signals are discussed ചെയ്യുന്നത്. Okay, അതിൽ നമുക്ക് ഫസ്റ്റ് ഗ്രാഫിക്കൽ മെത്തേഡ് നോക്കാം. Okay, ഫസ്റ്റ് വൺ എന്താണ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഓക്കെ, നമുക്കിത് ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. ഗ്രാഫിക്കൽ മെത്തേഡിൽ നമുക്ക് എങ്ങനെ കൺവല്യൂഷൻ സം കണ്ടുപിടിക്കാം എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. The impulse response of a LTA system. The impulse response of a LTA system is shown below. The impulse response of an LTA system is shown below. Sketch the output response of the system. Sketch the output response of the system. Of the system for the input x of n. Sketch the output response of the system for the input x of n. For the input x of n. ഇതാണ് ക്വസ്റ്റ്യൻ. The impulse response of a LTA system is shown below. Sketch the output response of the system for the input x of n. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഗ്രാഫിക്കലി തന്നെയാണ് തന്നിരിക്കുന്നത്. ഇമ്പൾസ് റെസ്പോൺസ് എപ്പോഴും എന്തായിരിക്കും? h of n ആയിരിക്കും. ഓക്കെ, അപ്പൊ h of n തന്നിട്ടുണ്ട്. 1 1 1 0 1 2. ഇതാണ് ഇമ്പൾസ് റെസ്പോൺസ്. അതിന് 0 1 2 ഈ മൂന്ന് n is equal to 0, n is equal to 1 and n is equal to 2 ഈ മൂന്ന് വാല്യൂസിലും അതിന് യൂണിറ്റി വാല്യൂ ഉണ്ട്. ഓക്കെ, ആൻഡ് x of n തന്നിട്ടുണ്ട്. .5, n is equal to 0 0.5 and n is equal to 1 2. ഇതാണ് ഇൻപുട്ട് സിഗ്നൽ x of n. ഈ രണ്ടും ഒന്ന് എഴുതിയെടുത്തേ. ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് എന്നിട്ട് ഈ രണ്ട് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരച്ചെടുക്കുക. h of n ന്റെയും x of n ന്റെയും. ഓക്കെ, ഇനി നോക്കിയേ, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? കൺവല്യൂഷൻ സമ്മിന്റെ നമ്മൾ ഒരു സമ്മേഷൻ ഇല്ല, അല്ലെങ്കിൽ കൺവല്യൂഷൻ സം, ഡിസ്ക്രീറ്റ് ടൈം മൾട്ടി സിസ്റ്റത്തിന്റെ കൺവല്യൂഷൻ സമ്മിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? n കൺവല്യൂട്ട് അല്ല, ഇതായിരുന്നു ഇക്വേഷൻ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. സമ്മേഷൻ ഓഫ് x of k into h of n minus k. h of n minus k. ഓക്കെ, ഇതാണ് കൺവല്യൂഷന്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എന്താണ്. ഇതാണ് ഇക്വേഷൻ. അതിൽ x of k ആണുള്ളത് അല്ലെ. അപ്പൊ ഈ h of n എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് x of k എന്ന രീതിയിലേക്ക് മാറ്റി വരക്കണം. അപ്പൊ അതൊന്നുമില്ല, അതേപോലെ തന്നെ ആ ഒരു ഫിഗർ റീഡ്രോ ചെയ്യാം. ഓക്കെ, അവിടെ x of n എന്നുള്ളതിൽ n എന്നുള്ള വേരിയബിളിനെ മാറ്റി ഒരു ഡമ്മി വേരിയബിൾ k കൊടുക്കുന്നു, x of k കൊടുക്കുന്നു. ബാക്കിയൊക്കെ സിമിലർ ആണ്. 0 0.5 1 2. ഇവിടെ വേരിങ് എന്താണ്? k ആണ്. ഓക്കെ, നമ്മളെ സമ്മേഷൻ ലിമിറ്റിൽ വേരിങ് k ആണ്. സോ അതാണ് നമ്മൾ x of n നെ x of k എന്ന്
മാറ്റി റീഡ്രോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ റീഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുമല്ലോ കെയുടെ വാല്യൂസ് എന്തൊക്കെയാണ്. അല്ലെങ്കിൽ നമുക്ക് ആ സമ്മേഷൻ കൊടുക്കുവാണെങ്കിൽ കെക്ക് ഏതൊക്കെ വാല്യൂസ് ആണ് വരുന്നത്. കെ ഈസ് ഈക്വൽ ടു എന്തൊക്കെയാണ്? യെസ്, കെയുടെ വാല്യൂസ് 0 and 1 അല്ലെ, രണ്ട് വാല്യൂസ് ആണ് ഇവിടെ കേക്ക് ഉള്ളത്. എന്ത് ചെയ്യണം? നമുക്ക് കെയുടെ വാല്യൂസ് കിട്ടി. അപ്പം ആ കെയുടെ വാല്യൂസ് ഈ ഇക്വേഷനിൽ കൊടുത്തിട്ട് ലിമിറ്റിൽ അത് അപ്ലൈ ചെയ്താൽ പോരെ? ചെയ്ത് നോക്കിയേ, എങ്ങനെയാ വരിക? y of n is equal to കെക്ക് ഏതൊക്കെ വാല്യൂസ് വേണം? 0ഉം 1ഉം വരണം. ഫസ്റ്റ് x of 0 into h of 0 n minus 0, that is h of n. x of 0 into h of n plus പിന്നെന്താ വരിക? x of 1 into h of n minus 1. ഓക്കെ, ഇതല്ലേ വരുന്നത്? x of 0 into h of n plus x of 1 into h of n minus 1. ഓക്കെ, ഇത് കിട്ടി. ഇനി നോക്കിയേ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ് വാല്യൂ? എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0.5 ആണ് അല്ലെ. അപ്പം എക്സ് ഓഫ് 0ന് പകരം അവിടെ 0.5 കൊടുക്കുക. 0.5 ഇൻറ്റു എച്ച് ഓഫ് എൻ പ്ലസ് എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ് അല്ലെ. അപ്പൊ അവിടെ എക്സ് ഓഫ് 1ന് പകരം 2 എന്ന് കൊടുക്കുക. 2 ഇൻറ്റു എച്ച് ഓഫ് എൻ മൈനസ് 1. അപ്പൊ ഇതാണ് കിട്ടിയിരിക്കുന്ന y of n. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ആക്ച്വൽ y of n കാണണം. നമ്മൾ 0.5 ഇൻറ്റു എച്ച് ഓഫ് എൻ പ്ലസ് 2 ഇൻറ്റു എച്ച് ഓഫ് എൻ മൈനസ് 1 ഇതാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി ഇതിന് ആക്ച്വൽ ആ വാല്യൂ കിട്ടണം. ഓക്കെ, ഇത്ര വരെ ക്ലിയർ അല്ലേ? ഒന്നുമില്ല, ഇക്വേഷൻ്റെ അകത്ത് എന്ത് ചെയ്യും? ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക? കെയുടെ വാല്യൂസ് കണ്ടുപിടിക്കുക. നമുക്ക് തന്നിരിക്കുന്ന എച്ച് ഓഫ് എൻ എന്ന് എക്സ് ഓഫ് കെ റീഡ്രോ ചെയ്യാം. അതിൽ നമുക്ക് കെയുടെ വാല്യൂസ് കിട്ടും. ആ കെയുടെ വാല്യൂസ് ഈ സമ്മേഷൻ ഇക്വേഷൻ്റെ അകത്ത് കൊടുത്തിട്ട് അതിനെ എന്താ ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ കെയുടെ വാല്യൂസ് 0ഉം 1ഉം ആണ് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. സോ ആ വാല്യൂസ് ആ ഈ സമ്മേഷൻ ഇക്വേഷനിൽ കൊടുത്തിട്ട് നമുക്ക് അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അതിന് എന്ത് ചെയ്യാം? പിന്നെ വേണ്ടത് എക്സ് ഓഫ് 0യുടെ വാല്യൂ എത്രയാണ്? നമുക്ക് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും 0.5 ആണ്. അത് എത്രയാണ്? 2 ആണ്. അതും ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്ര വരെ ക്ലിയർ അല്ലേ? ഫൈനൽ ആൻസറിലേക്ക് പോകണം. ആക്ച്വലി എച്ച് ഓഫ് എൻ എന്തായിരുന്നു? എച്ച് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എച്ച് ഓഫ് എൻ എന്ന് പറഞ്ഞാല് ഇതല്ലേ സിഗ്നൽ 0, 1, 2 ഈ രണ്ട് വാല്യൂസിലും 1 എന്നുള്ള വാല്യൂ ഉള്ള ഒരു സിഗ്നൽ ആയിരുന്നു ഇമ്പൾസ് റെസ്പോൺസ്. അപ്പൊ ഇതാണ് എച്ച് ഓഫ് എൻ. ഓക്കെ, ഇനി അപ്പൊ 0.5 ഇൻറ്റു എച്ച് ഓഫ് എൻ എത്രയായിരിക്കും? നമുക്ക് വേണ്ടത് 0.5 ഇൻറ്റു എച്ച് ഓഫ് എൻ പ്ലസ് 2 ഇൻറ്റു എച്ച് ഓഫ് എൻ മൈനസ് 1 ആണ്. അപ്പൊ രണ്ട് ടേംസും സെപ്പറേറ്റ് നോക്കുക. 0.5 ഇൻറ്റു എച്ച് ഓഫ് എന്നും ആദ്യം വരച്ചു വെക്കുക. ദെൻ 2 ഇൻറ്റു എച്ച് ഓഫ് എൻ മൈനസ് 1ഉം വരച്ചു വെക്കുക. എന്നിട്ട് രണ്ടും ആഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം എച്ച് ഓഫ് എൻ എഴുതി വരച്ചു. ഇനി 0.5 ഇൻറ്റു എച്ച് ഓഫ് എൻ എങ്ങനെയായിരിക്കും വരയ്ക്കുക? 0.5 ഇൻറ്റു എച്ച് ഓഫ് എൻ എന്ന് വെച്ചാൽ സ്കെയിലിംഗ് അല്ലേ? അതിന്റെ മാഗ്നിറ്റ്യൂഡ് സ്കെയിലിംഗ് അല്ലേ? 0.5 ഇൻറ്റു എച്ച് ഓഫ് എൻ എന്താണ്? മാഗ്നിറ്റ്യൂഡ് സ്കെയിലിംഗ് ആണ്. സോ ഒന്നുമില്ല, സിഗ്നൽസിനെയൊക്കെ 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്രയായിരിക്കും? ഇവിടെ 0.5, ഇവിടെയും 0.5, എച്ച് ഓഫ് എൻ നമുക്കറിയാം 0, 1 എന്നുള്ള വാല്യൂ യൂണിറ്റി ആണ്. അപ്പൊ എച്ച് ഓഫ് എൻ എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? ആ സിഗ്നൽസിന്റെ ഒക്കെ മാഗ്നിറ്റ്യൂഡിനെ 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വാല്യൂല് അല്ലെ, എന്നിന്റെ വാല്യൂസിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ബിക്കോസ് ഇത് ടൈം സ്കെയിലിംഗ് അല്ല, ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ആണ്. ഇത് ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? അത് 0.5 ഇൻറ്റു എച്ച് ഓഫ് എൻ കണ്ടുപിടിച്ചു. 0.5 ഇൻറ്റു എച്ച് ഓഫ് എൻ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് എന്താണ്? 2 ഇൻറ്റു എച്ച് ഓഫ് എൻ മൈനസ് 1ഉം കൂടി കണ്ടുപിടിക്കണം. എന്നിട്ട് അത് രണ്ടും ആഡ് ചെയ്യാണ് വേണ്ടത് അല്ലേ?
0.5 h of n കണ്ടുപിടിച്ചു. ഇനി എന്താണ് 2 into h of n minus 1. അതും വരച്ച് നോക്കാം. 2 into h of n minus 1. ഓക്കെ, ഇതെന്താണ് നോക്കിയേ, ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗും ഉണ്ട് പ്ലസ് ടൈം ഷിഫ്റ്റിംഗും ഉണ്ട് അല്ലെ. n മൈനസ് 1 ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ടൈം ഷിഫ്റ്റിംഗ് വരും. ഇവിടെ 0 1 2 1 2 3 4 ഇങ്ങനെ പോകും. അപ്പൊ നേരത്തെ 0 തുടങ്ങിയ സിഗ്നൽ h of n മൈനസ് 1 ആണ്. സോ ദ സിഗ്നൽ ഷുഡ് ബി ഷിഫ്റ്റഡ് ടുവേർഡ്സ് റൈറ്റ് സൈഡ് അല്ലെ. n മൈനസ് 1 ആയതുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ആൻഡ് ഓൾസോ 1 യൂണിറ്റ് ആണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. h of n മൈനസ് 1 ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, h of n മൈനസ് 1 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് h of n എന്ന് പറഞ്ഞാൽ 0 1 2 എന്നുള്ള വാല്യൂസിൽ യൂണിറ്റി വാല്യൂസ് ആയിരുന്നു. അത് h of n മൈനസ് 1 ആകുമ്പോൾ 1 2 3 എന്നുള്ള വാല്യൂയിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യും. ആൻഡ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും, h of n ൻ്റെത് 1 ആയിരുന്നു, ബട്ട് ഇത് 2 into h of n മൈനസ് 1 ആണ്. സോ ഷിഫ്റ്റിംഗും വേണം, 1 യൂണിറ്റ് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റും ചെയ്യണം, പ്ലസ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ 2 അല്ലെ. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും, 2 ആയിരിക്കും അല്ലെ. ഇത് 2 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. ഇവിടെയും 2 ആയിരിക്കും, 2 ആയിരിക്കും, 2 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ട, ഈ രണ്ട് സിഗ്നൽസും ആഡ് ചെയ്യണം അല്ലെ. 0.5 into 0.5 h of n അതുപോലെ തന്നെ 2 into h of n മൈനസ് 1. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ സിഗ്നൽസ് ആഡ് ചെയ്ത് നോക്കിയേ 0 എന്ന് പറയുന്ന പോയിന്റിൽ 0.5 ഉണ്ട്. ഇവിടെയാണെങ്കിൽ 0 എന്ന് പറയുന്ന വാല്യൂല് ഒരു സിഗ്നൽ മാഗ്നിറ്റ്യൂഡും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് ഒന്ന് രണ്ടും കൂടി ആഡ് ചെയ്ത് ഈ രണ്ട് സിഗ്നൽസും കൂടി ആഡ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ 0യിൽ എത്രയായിരിക്കും വാല്യൂ നോക്കുക. 0യിൽ ആദ്യത്തെ 0.5 into h of n ൽ 0ന് എത്രയാണ് വാല്യൂ, 0.5 ആണ്. 2 into h of n മൈനസ് 1ന് 0യിൽ വാല്യൂസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ 0യിൽ 0.5 ആയിരിക്കും. ഓക്കെ, ഈ സിഗ്നൽ എന്താണ്, 0.5 into h of n പ്ലസ് 2 into h of n മൈനസ് 1. ഇനി നോക്കുക, നമ്മളിങ്ങനെ ഓരോ വാല്യൂസിനും ആഡ് ചെയ്ത് പോയാൽ മതി. 1 2 3 4. ഇനി നോക്കുക, n ഈക്വൽ ടു 1 ആകുമ്പോഴേക്ക് 0.5 into h of n ൽ എന്താണ്, ഒരു 0.5 ഉണ്ട്. 2 into h of n മൈനസ് 1ൽ എത്രയാണ്, ഒരു 2 ഉണ്ട്. ഇപ്പൊ 2 പ്ലസ് 0.5 എന്ത് കിട്ടും, 2.5 കിട്ടും. അപ്പൊ ഇതെന്താകും, 2.5. ഇനി 2ല് നോക്കിയാട്ടെ, 2ല് 0.5 into h of n ൽ 0.5 ഉണ്ട്. 2 into h of n മൈനസ് 1ൽ അഗെയിൻ 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 2.5 തന്നെ വരും. 2 പ്ലസ് 0.5 എന്തായാലും 2.5 തന്നെ വരും. ഓക്കെ, ഇനി 3ല് നോക്കൂ. 3ലാണെങ്കിൽ ഇവിടെ 0.5 into h of n ൽ 0 ആണ്, ബട്ട് 2 into h of n മൈനസ് 1ൽ 3ൽ 2 ഉണ്ട്. അപ്പൊ 0 പ്ലസ് 2 എത്രയായിരിക്കും, 3. 0 പ്ലസ് 2 എത്രയായിരിക്കും, 2 ആയിരിക്കും. സോ ഇവിടെ 2 വരും. ഓക്കെ, അപ്പൊ ഇതാണ് ഫൈനൽ ആൻസർ. അപ്പൊ y of n നമുക്ക് എങ്ങനെ സീക്വൻഷ്യൽ ഫോമിൽ എഴുതാം, ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ഇതാണ് ആൻസർ. ഇനി അതിന് സീക്വൻഷ്യൽ ഫോമിൽ എഴുതണമെങ്കിൽ ഇതൊന്ന് ആ വാല്യൂസ് എടുത്ത് എഴുതിയാൽ മതി. 0.5 2.5 2.5 2.
ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എഴുതിയെടുത്തിട്ടുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. ഇത് ഗ്രാഫിക്കൽ മെത്തേഡിൽ കൺവല്യൂഷൻ സം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ്. എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഗ്രാഫിക്കൽ ഫോമിൽ തരും. ഓക്കെ, നമുക്ക് ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഇമ്പൾസ് റെസ്പോൺസ് തന്നിട്ടുണ്ട്, എച്ച് ഓഫ് എന്നും തന്നിട്ടുണ്ട്, എക്സ് ഓഫ് എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, എന്താ വേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കൺവല്യൂഷൻ സം. ഓക്കെ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിൽ ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ആ ഒരു കൺവല്യൂഷൻ ഇക്വേഷൻ എടുത്ത് എഴുതും. ദാറ്റ് ഈസ് y ഓഫ് n ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ. ഓക്കെ, അതിനെ മാറ്റി നമുക്ക് കൺവല്യൂഷൻ ഓപ്പറേഷൻ ഇല്ലാതെ സമ്മേഷൻ ഇക്വേഷനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സമ്മേഷൻ k ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ഇൻറ്റു എച്ച് ഓഫ് എൻ മൈനസ് കെ. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ആ വേരിയിങ് ഫാക്ടർ കെ ആണ്. സോ നമ്മൾ എച്ച് ഓഫ് എൻ എന്നുള്ള സിഗ്നലിനെ എക്സ് ഓഫ് കെ എന്നുള്ള രീതിയിലേക്ക് മാറ്റി റീഡ്രോ ചെയ്യും. അപ്പൊ അങ്ങനെ റീഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെയുടെ വാല്യൂസ് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, കെയുടെ വാല്യൂസ് എന്തായിരിക്കും? എന്നിന്റെ വാല്യൂസ് തന്നെയായിരിക്കും. അത് 0ഉം 1ഉം ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ സമ്മേഷൻ്റെ ഇക്വേഷൻ്റെ അകത്ത് കെയുടെ വാല്യൂസ് 0ഉം 1ഉം കൊടുത്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്ത് എഴുതി പിന്നെ എക്സ് ഓഫ് 0 എന്നുള്ള ടേമിന്റെ അതിന്റെ മാഗ്നിറ്റ്യൂഡ്, സിഗ്നൽ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എക്സ് ഓഫ് കെനെ റീഡ്രോ ചെയ്തെന്ന് കിട്ടും. സോ അത് എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 ആണ് വാല്യൂ. എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ അത് 2 ആണ് വാല്യൂ. അപ്പൊ അത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഫൈനലി 0.5 ഇൻറ്റു എച്ച് ഓഫ് എൻ പ്ലസ് 2 ഇൻറ്റു എച്ച് ഓഫ് എൻ മൈനസ് 1 എന്ന് കിട്ടി. അപ്പൊ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് എച്ച് ഓഫ് എൻ എന്ന് പറയുന്ന ഇമ്പൾസ് റെസ്പോൺസിനെ 0.5 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ആണ് ഫസ്റ്റിൽ വരുന്നത്. സെക്കൻഡിൽ ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് പ്ലസ് ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? എച്ച് ഓഫ് എന്നിലെ സിഗ്നൽ നമുക്ക് ഓൾറെഡി തന്നതാണ് അല്ലെ. അപ്പൊ ആ തന്ന സിഗ്നലിനെ ഈ 0.5 ഇൻറ്റു എച്ച് ഓഫ് എന്നും കാണാം, അതുപോലെ 2 ഇൻറ്റു എച്ച് ഓഫ് എൻ മൈനസ് 1ഉം കാണാം. രണ്ടും സെപ്പറേറ്റ് കണ്ടുവച്ചിട്ട് രണ്ടും ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് നമ്മൾ എന്നിന്റെ വാല്യൂസ് നോക്കുക. എന്നിൽ 0 ഉള്ളപ്പോൾ ഫസ്റ്റ് ടേമിൽ എത്രയാണ്? എന്താണ്? അത് 3 നോക്കുക. അപ്പൊ 0, 1, 2, 3 ഓരോ വാല്യൂസിലുള്ള കറസ്പോണ്ടിങ് മാഗ്നിറ്റ്യൂഡുകൾ ആഡ് ചെയ്യാം. ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് എന്താ? ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ചെയ്യണം, നമ്മൾ അതിനെ ഇതുപോലെ സീക്വൻഷ്യലിയും റെപ്രസെന്റ് ചെയ്യാം. ആ സിഗ്നൽസ് വാല്യൂസ് എടുത്ത് എഴുതിയാൽ മതി. ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത് എവിടെയാണ് ഏറോ മാർക്ക് വേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഏറോ മാർക്ക് നമ്മൾ എവിടെയാണ് കൊടുക്കുക? n ഈക്വൽ ടു 0 എന്ന് പറയുന്ന സമയത്തുള്ള സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മൾ ഏറോ മാർക്ക് കൊടുക്കുക. ഓക്കെ, അവിടെയാണ് നമ്മൾ ഏറോ മാർക്ക് കാണിക്കുക. അപ്പൊ അത്രയും കൂടി ആകുമ്പോൾ അതിന്റെ കൺവല്യൂഷൻ സം ആയി. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഓക്കെ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതിനേക്കാളും സിമ്പിൾ ആണ്. ഈ 3 മെത്തേഡ്സിലും ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു മെത്തേഡാണ്. ഓക്കെ, ദിസ് ഓൾസോ നോൺ എസ് ടാബുലാർ മെത്തേഡ്. ഇതിനെ ടാബുലാർ മെത്തേഡ് എന്നും കൂടി വിളിക്കുന്നുണ്ട്.
ഓക്കെ, ഇതൊരു കൺവല്യൂഷൻ റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ, ക്വസ്റ്റ്യൻ വെച്ച് തന്നെ ചെയ്യാം. Determine the output response of a system. Determine the output response of a system. A response of a system whose input and impulse responses are given below. Whose input and impulse responses are given below. Okay, അപ്പോൾ അതിൽ ഇൻപുട്ട് സിഗ്നൽസും ഇമ്പൾസ് റെസ്പോൺസും തരും. എന്നിട്ട് നമ്മളോട് പറയുന്നത് ഡിറ്റർമൈൻ ദ ഔട്ട്പുട്ട് റെസ്പോൺസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് സിഗ്നൽ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1, 2, 3, 2. ഓക്കെ, ആൻഡ് സെക്കൻഡ് 2ന്റെ അടുത്താണ് എറോ മാർക്ക് ഉള്ളത്. ആൻഡ് ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1, 2, 2. ഓക്കെ, ഇതാണ്, ഇതിൽ 1ന്റെ അടുത്താണ് എറോ മാർക്ക് ഉള്ളത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഡിറ്റർമൈൻ ദ ഔട്ട്പുട്ട് റെസ്പോൺസ് ഓഫ് സിസ്റ്റം ഹൂസ് ഇൻപുട്ട് ആൻഡ് ഇമ്പൾസ് റെസ്പോൺസസ് ആർ ഗിവൻ ബിലോ. ഇൻപുട്ട് റെസ്പോൺസ് ഇസ് ഇൻപുട്ട് സിഗ്നൽ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1, 2, 3, 2. സീക്വൻഷ്യൽ ഫോമിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1, 2, 2. ഓക്കെ, ഇങ്ങനെ തന്നു. ഇത് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 സ്റ്റെപ്പ് വെച്ചിട്ടാണ് അത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതൊരു സിംപ്ലസ്റ്റ് മെത്തേഡാണ്. ഫസ്റ്റ് എന്ത് ചെയ്യണം? വി ഹാവ് ടു കൺസ്ട്രക്ട് എ ടേബിൾ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് 1 നമ്മൾ ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇത് അധികം എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതെന്തായാലും ശ്രദ്ധിക്കുക. ഇതുപോലെ ഒരു ടേബിൾ വരയ്ക്കാം. ടേബിളിൽ എക്സ് ഓഫ് എൻ ഇൻപുട്ട് സിഗ്നൽസ് നമ്മൾ ഇതുപോലെ ഹൊറിസോണ്ടലി മാർക്ക് ചെയ്യും. ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ നമ്മൾ വെർട്ടിക്കലി മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ നോക്കുക, എന്താ ചെയ്യുക? എക്സ് ഓഫ് എൻ എന്ത് ചെയ്യുക? നമ്മൾ ഹൊറിസോണ്ടലി മാർക്ക് ചെയ്യുക. ദാറ്റ് ഈസ് 1, 2, 3 and 2. നമ്മൾ ഇതുപോലെ ഹൊറിസോണ്ടലി എന്താണ് ചെയ്യുക? എക്സ് ഓഫ് എൻ മാർക്ക് ചെയ്യുക. ഇനി ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എന്നോ? എച്ച് ഓഫ് എൻ നമ്മൾ വെർട്ടിക്കലി മാർക്ക് ചെയ്യുക. എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത് നമ്മൾ വെർട്ടിക്കലി മാർക്ക് ചെയ്യുക. എന്താണ്? 1, 2, 2. ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലായോ? ഫസ്റ്റ് എന്താണ്? വി ഹാവ് ടു കൺസ്ട്രക്ട് എ ടേബിൾ. Okay, by putting the values of x of n towards in the horizontal and values of h of n towards vertical. ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായോ? ഇതേപോലെ തന്നെ എച്ച് ഓഫ് എൻ എപ്പോഴും ഹൊറിസോണ്ടലി എടുക്കണം. സോറി, എക്സ് ഓഫ് എൻ എപ്പോഴും ഹൊറിസോണ്ടലി എടുക്കണം. എച്ച് ഓഫ് എൻ എപ്പോഴും വെർട്ടിക്കലി എടുക്കണം. ക്ലിയർ ആണോ? എളുപ്പത്തിൽ സ്കോർ ചോദിക്കുന്നതാണ്. എന്തായാലും സ്കോർ ചെയ്യാനോടൊന്ന് ശ്രദ്ധിക്കാം. ആദിൽ, ഡൊമിനിക്, വൈഷ്ണവ്, ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് എച്ച് ഓഫ് എൻ എടുക്കുക. എച്ച് ഓഫ് എൻ 1 ഇൻറ്റു എക്സ് ഓഫ് എന്നിലെ ഫസ്റ്റ് ടേം 1, ദിസ് ഇൻറ്റു ദിസ്, ദെൻ ദിസ് ഇൻറ്റു ദിസ്, ദെൻ ദിസ് വാല്യൂ ഇൻറ്റു ദിസ് ആൻഡ് ദിസ് വാല്യൂ ഇൻറ്റു ദിസ് വാല്യൂ. ഈ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ എന്താ അതെന്ന് വെച്ചാൽ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു ഫോർത്ത് കോളം, and then second row into first column, second row into second column, second row into third column, second row into fourth column. ആ ഒരു മാനറിൽ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതാണ് അടുത്ത സ്റ്റെപ്പ്.
അപ്പൊ എന്ത് വരും 1 into 1 1, 1 into 2 2, 1 into 3 3, 1 into 2 2, then 2 into 1 2, 2 into 2 4, 2 into 3 6, 2 into 2 again 4, then again 2 into 1 2, 2 into 2 4, 2 into 3 6 and 2 into 2 4. ഈ രീതിയിൽ വരും. ഇത് മനസ്സിലായോ? ആദ്യം ഫസ്റ്റ് റോനെ കൊണ്ട് എല്ലാ കോളവും മൾട്ടിപ്ലൈ ചെയ്യാം. എച്ച് ഓഫ് എന്നിന്റെ ഫസ്റ്റ് വാല്യൂ കൊണ്ട് എക്സ് ഓഫ് എന്നിന്റെ എല്ലാ വാല്യൂസും മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് കറസ്പോണ്ടിങ് കോളത്തിൽ തന്നെ എഴുതുക. അതുപോലെ എച്ച് ഓഫ് എന്നിന്റെ സെക്കൻഡ് വാല്യൂ വിച്ച് മീൻസ് സെക്കൻഡ് റോ കൊണ്ട് എല്ലാ കോളംസും മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഓഫ് എന്നിന്റെ എല്ലാ വാല്യൂസും മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് ആ കോളത്തിൽ തന്നെ എഴുതുക. അതുപോലെ തേർഡ്, ഇനി എത്ര വാല്യൂസ് ഉണ്ടോ അത്രയും ടേംസ് ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്ന മെത്തേഡ്. മീൻസ് ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ടേബിൾ കൺസ്ട്രക്ട് ചെയ്തത് മനസ്സിലായോ? യെസ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആഡ് ഡയഗണലി ആൻഡ് റൈറ്റ് സീക്വൻസ്. അതാണ് സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ആഡ് ഡയഗണലി ആൻഡ് റൈറ്റ് ദ സീക്വൻസ്, അല്ലെങ്കിൽ റൈറ്റ് ആസ് സീക്വൻസ്. ഓക്കെ, ഡയഗണലി ആഡ് ചെയ്യാന്ന് വെച്ചാൽ എന്ത് ചെയ്യാ, ഇങ്ങനെ ഡയഗണലി, ഇതുപോലെ ഡയഗണലി ആഡ് ചെയ്യാം. ഇങ്ങനെ ഞാൻ വരഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ, ആ രീതിയിൽ ഡയഗണലി അത് ആഡ് ചെയ്യാം. ഇതുപോലെ ഡയഗണലി എന്ത് ചെയ്യാം, ആ ടേബിളിലുള്ള വാല്യൂസ് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? y of n is equal to എന്താണ്, x of n കൺവല്യൂഷൻ h of n ആണ്. അപ്പൊ നമ്മൾ കൺവല്യൂഷൻ ആണ് ഇവിടെ ചെയ്തത്. അതിന് സീക്വൻസ് ആയിട്ടാണ് എഴുതേണ്ടത്. ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് ഡയഗണൽ വരുന്ന സമയത്ത് 1, അത് അങ്ങനെ 1 into 1 1 തന്നെ. അപ്പൊ 1 തന്നെ എഴുതാം. സെക്കൻഡ് എന്താണ്, 2 plus 2, അപ്പൊ 4 വരും. 2 plus 2 4 വരും. തേർഡ് നോക്കിയേ, 2 plus 4 plus 3 അല്ലേ, അപ്പൊ 2 plus 4 6 വരും, 6 plus 3 9 വരും. അപ്പം തേർഡ് വരുന്നത് 9. ആൻഡ് എഗെയിൻ 4 plus 6 plus 2, 4 plus 6 10 plus 2, അപ്പൊ എത്ര വരും, 12 വരും. 12. then 6 plus 4 എന്ത് വരും, 10 വരും. 10 ആൻഡ് ഫൈനലി 4 അല്ലെ, 4ന് വേറെ ആഡ് ചെയ്യാനൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ ആ ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്തു. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ആഡ് ഡയഗണലി ആൻഡ് റൈറ്റ് ആസ് സീക്വൻസ്. ഡയഗണലി ആഡ് ചെയ്തിട്ട് ഇതുപോലെ സീക്വൻസ് ആയിട്ട് എഴുതുക. ഓക്കെ, എഴുതുമ്പോഴേക്കും ആൻസർ ആയി. ദിസ് ഇസ് മെത്തേഡ്. ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് എവിടെ മാർക്ക് കൊടുക്കേണ്ടതെന്ന് അറിയില്ല അല്ലെ, അതാണ് സ്റ്റെപ്പ് 3 പറയുന്നത്. ഓക്കെ, സ്റ്റെപ്പ് 3 പറയുന്നത് അതാണ്. സ്റ്റെപ്പ് 2 മനസ്സിലായില്ലേ, എങ്ങനെയാ ചെയ്യുന്നത്? ഇനി സ്റ്റെപ്പ് 3 എന്താണ്, നമുക്ക് ഇങ്ങനെ സീക്വൻസ് ഫോമിൽ എഴുതാൻ പറ്റിയാല് ദെൻ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് അതിന് ഏറോ മാർക്ക് കൊടുക്കണം. ഇവിടെ n=0 എന്നുള്ള സ്ഥലത്ത് ഏറോ മാർക്ക് കൊടുക്കണം, എന്നാലേ നമുക്ക് ആ സീക്വൻസ് ഗ്രാഫിക്കിലേക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അത് കണ്ടുപിടിക്കാനാണ് സ്റ്റെപ്പ് 3. ഓക്കെ, അതെന്താ ചെയ്യേണ്ടത്, ടു ഫൈൻഡ് n=0 പൊസിഷൻ നമുക്ക് ലിമിറ്റ്സ് റൂൾ യൂസ് ചെയ്യാം. ഓക്കെ, എന്താണ്, find n=0 position using limits rule. ഓക്കെ, ആ ലിമിറ്റ്സ് റൂൾ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാ, ഇവിടെ രണ്ട് സിഗ്നൽസ് ആണുള്ളത്, x of n ഉം h of n ഉം. ആദ്യം x of n ന്റെ ലിമിറ്റ്സ് എഴുതുക. ലിമിറ്റ്സ് ഓഫ് x of n എഴുതുക. എന്താണ് ലിമിറ്റ് ഓഫ് x of n വരുന്നത് നോക്കിയേ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അല്ലെ.
അതിന് ഏറോ മാർക്ക് സെക്കൻഡാണ് വരുന്നത്. അപ്പം -1 0 1 2. എച്ച് ഓഫ് എൻ ആണെങ്കിൽ എന്താ 0 ഫസ്റ്റ് തന്നെയാണ് ഏറോ വരുന്നത്. അപ്പോൾ 0 1 2. അപ്പൊ പറഞ്ഞാട്ടെ ലിമിറ്റ് ഓഫ് എക്സ് ഓഫ് എൻ എന്താണ്? എക്സ് ഓഫ് എന്നിന്റെ ലിമിറ്റ് എത്രയാണ്? എത്ര ടു എത്ര വരെയാണ് അവിടെ എന്നിന്റെ വാല്യൂസ് വരുന്നത്? യെസ്, -1 to 2 വരെ അല്ലെ. ഇനി ലിമിറ്റ്സ് ഓഫ് എച്ച് ഓഫ് എന്നോ? ലിമിറ്റ്സ് ഓഫ് എച്ച് ഓഫ് എൻ എച്ച് ഓഫ് എന്നിന്റെ ലിമിറ്റ് വരുന്നത് 0 to 2 വരെ അല്ലെ. ഓക്കെ ഗുഡ്. അപ്പൊ ലിമിറ്റ്സ് ഓഫ് എക്സ് ഓഫ് എൻ, ലിമിറ്റ്സ് ഓഫ് എച്ച് ഓഫ് എൻ നോക്കി. ഇനി ബൈ യൂസിങ് ലിമിറ്റ്സ് റൂൾ ലിമിറ്റ്സ് ഓഫ് വൈ ഓഫ് എൻ കണ്ടുപിടിക്കണം. ഓക്കെ, ലിമിറ്റ്സ് ഓഫ് അതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് റെസ്പോൺസ് അല്ലെ. വൈ ഓഫ് എൻ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാ? ഈ രണ്ട് എച്ച് ഓഫ് എന്നിന്റെയും എക്സ് ഓഫ് എന്നിന്റെയും ഫസ്റ്റ് ലിമിറ്റുകൾ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ -1 പ്ലസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു അതിന്റെ ഫൈനൽ ലിമിറ്റും എന്താ എക്സ് ഓഫ് എന്നിന്റെയും എച്ച് ഓഫ് എന്നിന്റെയും സ്റ്റാർട്ടിംഗ് ലിമിറ്റ് ആഡ് ചെയ്യുക ആൻഡ് അതിന്റെ ഫൈനൽ ലിമിറ്റും ആഡ് ചെയ്യുക. അപ്പം -1 പ്ലസ് 0 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പ്ലസ് 2 ഇതുപോലെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇതാണ് ലിമിറ്റ്സ് ഓഫ് y എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. എക്സ് ഓഫ് എന്നിന്റെ ലിമിറ്റ് എടുത്ത് എഴുതുക, എച്ച് ഓഫ് എന്നിന്റെ ലിമിറ്റ് എടുത്ത് എഴുതുക, എന്നിട്ട് രണ്ടിന്റെയും സ്റ്റാർട്ടിംഗ് ലിമിറ്റ് ആഡ് ചെയ്തിട്ട് അതായിരിക്കും y ഓഫ് എന്നിന്റെ സ്റ്റാർട്ടിംഗ് ലിമിറ്റ്. ഓക്കെ, ഇനി അതിന്റെ രണ്ടിന്റെയും എൻഡിങ് ലിമിറ്റ് ആയിരിക്കും ആഡ് ചെയ്ത് കിട്ടുന്ന രണ്ടിന്റെയും എക്സ് ഓഫ് എന്നിന്റെയും എച്ച് ഓഫ് എന്നിന്റെയും എൻഡിങ് ലിമിറ്റ് ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും y ഓഫ് എന്നിന്റെ എൻഡിങ് ലിമിറ്റ്. അതാണ് ലിമിറ്റ്സ് റൂളിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? -1 പ്ലസ് 0 -1 കിട്ടും, 2 പ്ലസ് 2 4 കിട്ടും. സോ ലിമിറ്റ്സ് ഓഫ് y ഓഫ് n വിൽ വേരിങ് ഫ്രം -1 to 4. ഓക്കെ, അപ്പൊ -1 to 4 ആണെങ്കിൽ നമ്മൾ ഈ y ഓഫ് n എന്നുള്ള ഈ സീക്വൻസ് റെപ്രസെന്റേഷനിൽ എവിടെയാണ് നമ്മൾ ഏറോ മാർക്ക് കൊടുക്കേണ്ടത്? യെസ്, ഗുഡ്. സോ 4ന്റെ അടുത്താണ് നമ്മൾ ഏറോ മാർക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ആൻസർ. y of n is equal to x of n convolution h of n is equal to 1 4 9 12 10 4. അതിൽ 4ന്റെ അടുത്ത് ഏറോ മാർക്ക് വരും. സിമ്പിൾ അല്ലേ? സിമ്പിൾ മെത്തേഡ് അല്ലേ? സീക്വൻഷ്യലാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ എന്താ ഡയറക്റ്റ് ഫസ്റ്റ് എന്ത് ചെയ്യുക? അതിന്റെ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹൊറിസോണ്ടലി എടുക്കേണ്ടത് എക്സ് ഓഫ് എന്നും വെർട്ടിക്കലി എടുക്കേണ്ടത് എച്ച് ഓഫ് എന്നും. ഓക്കെ, ഇനിയിപ്പോ രണ്ട് സിഗ്നൽസ് തന്നെയാണ്, രണ്ട് ഇൻപുട്ട് സിഗ്നൽസ് തന്നെയാണ്. ഈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എടുത്തത്. ഓക്കെ, അല്ലാതെ ആഡ് ചെയ്യുക, എന്നിട്ട് ഒരു സീക്വൻസ് ആക്കിയിട്ട് റൈറ്റ്. ഓക്കെ, എന്താ പൊസിഷൻ കണ്ടുപിടിക്കാൻ ബൈ യൂസിങ് ലിമിറ്റ്സ് റൂൾ. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റെപ്പ് 3 എന്ത് ചെയ്യാം? ലിമിറ്റ്സ് റൂൾ യൂസ് ചെയ്തിട്ട് n ഈക്വൽ ടു 0 പൊസിഷൻ കണ്ടുപിടിക്കും. എന്തിന്റെ? y ഓഫ് എന്നിന്റെ. അപ്പൊ നമുക്ക് ആ ലിമിറ്റ്സ് റൂൾ യൂസ് ചെയ്താൽ ലിമിറ്റ്സ് ഓഫ് y ഓഫ് n കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം എവിടെയാണ് n ഈക്വൽ ടു 0 പൊസിഷൻ വരുന്നത്. അത് എന്ത് ചെയ്യുക? y ഓഫ് n ഇസ് ഈക്വൽ ടു എന്ന് എഴുതിയ ആ ആൻസറിൽ, ആ സീക്വൻസ് റെപ്രസെന്റേഷനിൽ എന്ത് ചെയ്യുക? ആ ഏറോ മാർക്ക് കൂടി കാണിക്കാം. അത്രയാകുമ്പോഴേക്കത് കംപ്ലീറ്റ് ആയി. ഇത് ക്ലിയർ അല്ലേ? ഇത് സിമ്പിൾ മെത്തേഡ് ആണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നതാണ്. എനിക്ക് ഈ ഒരു മെത്തേഡ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്പെസിഫൈ ചെയ്ത ഒരു മെത്തേഡും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡ് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ അധികപക്ഷം ചോദിക്കും ബൈ യൂസിങ് ഗ്രാഫിക് മെത്തേഡ്, അല്ലെങ്കിൽ ബൈ യൂസിങ് മെട്രിക് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്, ഓർ ബൈ യൂസിങ് ഇക്വേഷൻ ബൈ യൂസിങ് സോൾവിങ് ഇക്വേഷൻ മെത്തേഡ്. അങ്ങനെ സ്പെസിഫിക് ചിലപ്പോൾ ചോദിക്കും. ബട്ട് അധികം ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇത് സിമ്പിൾ മെത്തേഡും ആണ്. എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇതൊരാളും തെറ്റിക്കാൻ പാടില്ല. ക്ലിയർ അല്ലേ?
ഓക്കെ. ഓക്കെ, ഇനി ഒരു 2 ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തേ. നമ്മളിപ്പോൾ ഓരോരോ എക്സാമ്പിൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ട് കാര്യമില്ല, നിങ്ങളത് ചെയ്ത് പഠിച്ചാലേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത 2 മെത്തേഡ്സ്, ഗ്രാഫിക്കൽ മെത്തേഡിൽ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ ഓരോരോ ക്വസ്റ്റ്യൻസ് ഒന്ന് ഹോംവർക്ക് ചെയ്യും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇന്നലെ തന്ന ഹോംവർക്കിന്റെ ആൻസർ ഒന്ന് എനിക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ ഇന്ന് തരുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾ നാളെ ഷെയർ ചെയ്ത് തരണം. സിമ്പിൾ ആണ്, ഒരു 5 മിനിറ്റേ ശരിക്കും ഒരു ക്വസ്റ്റിന് വേണ്ടു. മറ്റേ ക്വസ്റ്റ്യൻ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് രണ്ടിനും കൂടി 10 മിനിറ്റേ വേണ്ടുള്ളൂ. നിങ്ങളത് ചെയ്ത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. എന്തായാലും ഈ പറഞ്ഞു തന്നു അങ്ങനെ കിട്ടുകയില്ല, നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യണം. ഓക്കെ, നമുക്കിപ്പോൾ ക്ലാസ്സിലിരുന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് ഹോംവർക്ക് ആണ്, ബേർഡൻ എക്സ്ട്രാ ആണ്, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഒരു 10 മിനിറ്റേ വേണം മാക്സിമം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വേഗം എഴുതിയെടുത്തോ. എഴുതിയെടുത്ത് കഴിഞ്ഞായിരിക്കില്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൺ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1,1,1 ആൻഡ് x2 of n is equal to 1,2. Find the convolution of the sequence graphically. And second question, find the convolution of the following sequences using matrix multiplication method. x1 of n 1, minus 2, 3, minus 1. 1, minus 2, 3, sorry, this is 1, not minus 1, 1. And x2 of n is equal to 2, minus 3, minus 2. മാറിപ്പോകരുത്, 2, minus 3, minus 2. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ ഇന്ന് രാത്രി തന്നെ ചെയ്തു നോക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ തന്നെ ചോദിക്കാം. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആണ്.